ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഷാരി കുഞ്ഞിനുള്ള സ്വർണ്ണമൊക്കെ എടുത്തിട്ട് നേരെ മനോഹറിന്റെ അരികിലേക്ക് വരികയാണ്. മനോഹറിന് അരികിൽ വന്നിട്ട് ഇന്നടാ സ്വർണം എന്നും പറഞ്ഞ് നീട്ടുകയാണ്. അപ്പൊ ആ സമയത്ത് മനോഹർ ചോദിക്കുന്നുണ്ട്, കാലുമ്മൽക്കും കയ്യുമ്മൽക്കും അരയിൽക്കും കഴുത്തിൽക്കും എല്ലാതും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തുറന്നു നോക്കടാ, നോക്കിയിട്ട് ചോദിക്കടാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും തുറന്നു നോക്കുന്നൊന്നുമില്ല, എന്തായാലും ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആടാ കൊണ്ടുപോയി കൊടുത്ത് ഷൈൻ ചെയ്യടാ, എൻ്റെ മോളരികിൽ കൊണ്ടുകൊടുത്ത് ഷൈൻ ചെയ്യടാ എന്ന് പറയാണ്. അപ്പൊ ആ സമയത്ത് ഷൈൻ ചെയ്യാൻ തന്നെയാണ് പോകുന്നത്. പിന്നെ നിങ്ങളുടെ മോളോ, നിങ്ങൾക്ക് എവിടുന്ന മോള്? നിങ്ങളുടെ മോളല്ലല്ലോ, താരയുടെ മകളല്ലേ. പിന്നെ ഇപ്പോ വിളിക്കുന്ന കൺമണി എന്ന് പറയുന്ന കുഞ്ഞ്, അത് നിങ്ങളുടെ പേരക്കുഞ്ഞൊന്നല്ലല്ലോ, അത് താരയുടെ പേരക്കുഞ്ഞാണ്. നിങ്ങൾക്ക് അവളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഷാരി പറയാണ്, എടാ ഈ ചെയ്യുന്ന പാപങ്ങളൊക്കെ നീ എവിടെ കൊണ്ട് കളയോടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഇനിയിപ്പോൾ എന്തായാലും ഇടവമാസത്തിൽ ആ മഴയുള്ളൂ, അപ്പോൾ ആ സമയം വരെ ഇങ്ങനെ പോട്ടെ, എന്നിട്ട് അതിൽ കൊണ്ട് കഴുകി കളഞ്ഞാൽ പോരെ എന്നിങ്ങനെ ചോദിക്കാൻ. ഡാ ദുഷ്ടാ, നീ എന്തായാലും നീ അനുഭവിക്കാൻ പോകുന്നുള്ളടാ ഇങ്ങനെയൊക്കെ, എൻ്റെ മോളെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കൊല്ലാതെ കൊല്ലുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത്, അതെ നിങ്ങളുടെ ഭർത്താവിനോട് എനിക്ക് കുറച്ച് പണം തരാൻ പറ, ഞാൻ അന്ന് എൻ്റെ പാട്ടിന് പൊക്കോളാം, പിന്നെ നിങ്ങൾ ആരെയും ശല്യം ചെയ്യില്ല, നിങ്ങളുടെ മകള് ഭർത്താവ് മിസ്സിങ് എന്നൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ മതി, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ മകളുടെ ജീവിതത്തിലേ ഉണ്ടാവില്ല, ഇത്രയൊന്നും ഞാൻ ഒരിടത്തും നിൽക്കാറില്ല, പിന്നെ കുഞ്ഞുമായിട്ട് ഞാൻ ഇത്തിരി അറ്റാച്ച് പോകുന്നൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്നാ ശരി എന്നും പറഞ്ഞ അവിടെ നിന്നും പോവുകയാണ്. സരയു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, തൻ്റെ മടിയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട്. അങ്ങനെ ആ സമയത്ത് ചുക്കുടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അവിടേക്ക് മനോഹർ വരികയാണ്. അങ്ങനെ മനോഹർ കുറച്ചു നേരം അവിടെ നിന്ന് ഇവൾ എന്താ ചെയ്യുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കുഞ്ഞിൻ്റെ അരികിലേക്കും അവളുടെ അരികിലേക്കായിട്ട് വരികയാണ്. അപ്പോൾ മനുവേട്ടൻ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ മനോഹരൻ്റെ കയ്യിൽ എന്ന് ചോദിക്കുമ്പോൾ, നിനക്കറിയില്ലേ സ്വർണത്തിൻ്റെ കവറല്ലേ എൻ്റെ കയ്യിലുള്ളത്, അപ്പോൾ സ്വർണ്ണമാണെന്ന് നിനക്കറിയില്ലേ എന്നിങ്ങനെ മനോഹർ പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ മനോഹർ വാങ്ങിക്കുകയും അതുപോലെ ആ സ്വർണ്ണ കവർ സരയുവിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തുറന്നു നോക്കി എല്ലാതും ഇല്ലേ എന്ന് നോക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് തുറന്നു നോക്കുമ്പോൾ സരയുവിൻ്റെ കണ്ണ് തള്ളി നിൽക്കുകയാണ്. സരയു പറയുന്നുണ്ട്, എന്താ എല്ലാതും ഉണ്ടല്ലോ, അരയിൽക്കും കഴുത്തിൽക്കും വളകൾ എല്ലാതും ഉണ്ടല്ലോ മനുവേട്ട എന്ന് പറയാണ്. അപ്പോൾ എന്തായാലും മനുവേട്ടൻ ഒന്നും വാങ്ങിക്കുന്നില്ല എന്നൊരു കേസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ഇവിടെ പലരും ശ്രമിക്കുന്നുണ്ട് മനുവേട്ട എന്ന് പറയുമ്പോൾ, എന്തായാലും അതൊന്നും നീ കാര്യമാക്കണ്ട, നമ്മൾക്കിടയിൽ ഒരു രഹസ്യം ഒന്നും സൂക്ഷിക്കാതെ നമ്മൾക്കിടയിൽ പരസ്പരം എല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിടയിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ആരും എന്ത് പറഞ്ഞാലും ചെയ്താലും നമ്മുടെ ബന്ധം തകർക്കാനും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം 27 അന്ന് 28 കേട്ടല്ലേ കുഞ്ഞിന് നടത്തുന്നത്, അതെ ഇനിയിപ്പോൾ നമുക്ക് പിറന്നാൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നടത്തണം, ഒരു വലിയൊരു ഹാളിൽ വെച്ച് നടത്തണം മനുവേട്ട എന്ന് സരയു പറയുമ്പോൾ, അതൊക്കെ വേണോ മോളെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് വേണം മനുവേട്ട, എന്തായാലും അപ്പുറത്തെ വീട്ടിൽ ആ ചെറുക്കൻ ചെറുക്കൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നുണ്ടല്ലോ, അതിനേക്കാളും ഗംഭീരമായിട്ട് നമ്മുടെ മോളെ പിറന്നാൾ ആഘോഷിക്കണം എന്ന് പറയുമ്പോൾ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, നീ തന്നെ ആഘോഷിക്കേണ്ടി വരും, കല്യാണം ഇതുപോലെയാണെങ്കിൽ നീ തന്നെ ആഘോഷിക്കേണ്ടി വരും, ഞാൻ അപ്പോഴേക്കും ഇവിടുന്ന് സ്ഥലം ഇട്ടിട്ടുണ്ടാവൂടി എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. എന്നിട്ട് മനോഹർ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല മോളെ, നമുക്ക് എന്തായാലും ഒരു അനാഥാലയത്തിൽ പോയിട്ട് അവിടെ അവരൊക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അവർക്ക് അന്നദാനം കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അമ്പലത്തിലൊക്കെ പോയി അങ്ങനെയൊക്കെ ചെയ്യാം, അന്നത്തെ വൈകിട്ട് നമുക്ക് ചെറിയൊരു നല്ലൊരു ഫംഗ്ഷൻ നടത്താം എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറയുന്നുണ്ട്. അത് അപ്പോഴത്തെ കാര്യമില്ല മോളെ, നമുക്ക് അപ്പം നടത്താം, എന്തായാലും ഇതിനേക്കാളും വലിയ സ്വർണം, കട്ടി കൂടിയ സ്വർണം നമുക്ക് അപ്പം മേടിക്കണം, ഇപ്പം ഞാൻ ചെറുതാ വാങ്ങിയിട്ടുള്ളൂ, കാരണം കുഞ്ഞിൻ്റെ കഴുത്തൊക്കെ ചെറുതല്ലേ, വലുതൊക്കെ ഇട്ട് കൊടുത്താൽ ശരിയാവില്ല, അതിന് കനം കൂടില്ല, അതുകൊണ്ടാണ് ഇത്ര ചെറുത് ഞാൻ വാങ്ങിയിട്ടാ എന്ന് പറയുമ്പോൾ, അത് മതി മനുവേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം എന്തായാലും ഈ സ്വർണ്ണങ്ങളൊക്കെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കാണിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ, അതിൻ്റെ ആവശ്യമുണ്ടോ മോളെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇല്ല ഞാൻ ഇപ്പോൾ വരാം, മനുവേട്ടൻ ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞ് ആ സ്വർണവുമായിട്ട് താഴോട്ട് പോവുകയാണ്. അതേ സമയത്ത് തൻ്റെ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് മനോഹർ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പം മനോഹറിൻ്റെ മുഖത്ത് നോക്കി ആ കുഞ്ഞിങ്ങനെ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ മനോഹർ തന്നെ പറയുന്നുണ്ട് ആ കുഞ്ഞിനോടായിട്ട്, എടി നീ നിന്റെ ഈ കളിയും ചിരിയും എന്നെ സ്വാധീനിക്കുന്നുണ്ട്, ഇത് അങ്ങനെ സ്വാധീനിച്ചാൽ ശരിയാവില്ല, എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ടതാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഷാരിയെയും രാഹുലിനെയാണ് കാണിക്കുന്നത്. ഷാരിയാണെങ്കിൽ ആ സ്വർണ്ണൊക്കെ കൊണ്ട് കൊടുത്ത് ആ ഒരു ദേഷ്യവും കലി എല്ലാം ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കത്തി എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഷാരി തൻ്റെ കലി തീർക്കുന്നത് പോലെ ആ കത്തി കൊണ്ട് ഗ്ലാസ്സിൽ അങ്ങനെ കുത്തിയോണം കുത്തുകയാണ്. അത് കണ്ടുകൊണ്ട് അവിടേക്ക് സരയു ഇറങ്ങി വരികയാണ്. അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പതുക്കെ അവളിങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഷാരി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് മോളെ അരികിലേക്ക് ചെന്നിട്ട്, എന്താ മോളെ അമ്മയ്ക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്.
അങ്ങനെ ആ സമയത്ത് സരയു പറയാണ്, അതെ എല്ലാവർക്കും വലിയ പരാതിയാണല്ലോ, എന്തായാലും എൻ്റെ കുഞ്ഞിന് നിങ്ങൾ ആരും ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല എത്ര നാളായിട്ട്, എൻ്റെ മനുവേട്ടൻ വാങ്ങിക്കൊടുക്കണില്ല എന്നൊക്കെയുള്ള പരാതി നിങ്ങൾക്കുണ്ടല്ലോ, അത് എൻ്റെ മനുവേട്ടൻ വാങ്ങി തന്നതാണ് എന്നും പറഞ്ഞ് അവരുടെ നേർക്ക് ആ ജ്വല്ലറി ആ ബോക്സ് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേ വേണമെങ്കിൽ കണ്ടോ എന്നും പറഞ്ഞിട്ടാണ് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ രാഹുൽ ചോദിക്കുന്നുണ്ട്, ഇവന് ഇതിനുള്ള പൈസയൊക്കെ അവൻ്റെ കയ്യിലുണ്ടോ, അതിനുള്ള പൈസയൊക്കെ എവിടുന്നാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സരയുവിന് ദേഷ്യം വരുന്നുണ്ട്. സരയു പറയാണ്, പൈസയൊക്കെ എവിടെ നിന്നാണെന്ന്, മനുവേട്ടൻ്റെ കയ്യിലാണോ പൈസ ഇല്ലാത്തത്, ഈ ജ്വല്ലറി ഈ സ്വർണം മേടിച്ച ജ്വല്ലറി ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശാരി പറയാണ്, അതെ അതെ അവൻ്റെ കയ്യിൽ എല്ലാത്തിനും പൈസയുണ്ട്, ഇതിപ്പോൾ ഞാൻ തന്നെ വാങ്ങിക്കൊടുത്ത സ്വർണം എനിക്ക് തന്നെ കാണിച്ചു തരാണ് അവളിങ്ങനെ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്. അതിനുശേഷം അതെ എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താതെ നിങ്ങളുടെ കൊച്ചുമകൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ നോക്ക് എന്ന് രാഹുലിനോട് പറയുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമകളോ അതൊന്നുമില്ല, ഞാൻ ആ കുട്ടിക്ക് ഒന്നും വാങ്ങിക്കൊടുക്കത്തില്ല എന്നിങ്ങനെ രാഹുൽ പറയുമ്പോൾ നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛനെ ഇങ്ങനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് സരയു. അതിനുശേഷം എന്തായാലും എൻ്റെ മനുവേട്ടൻ എൻ്റെ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് തന്നതാണ്. അപ്പോൾ ശാരി പറയുന്നുണ്ട്, മോളെ സ്വർണ്ണൊക്കെ സൂക്ഷിച്ച് വെച്ചോളണേ, നല്ല രീതിയിൽ സേഫായിട്ട് വെച്ചോളണേ, ഒരു കള്ളന്മാരൊക്കെ നടക്കുന്നുണ്ട്, അവർക്കൊന്നും കൊടുക്കാൻ ഇടവരരുതിട്ടാ എന്നിങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ മുറിയിൽ ഞാൻ സുരക്ഷിതമായി തന്നെയാണ് സ്വർണ്ണങ്ങൾ സൂക്ഷിക്കുന്നത്, അവിടെ നിന്ന് ഒരാളും കൊണ്ടുപോവില്ല, ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാണ് കേട്ടാ. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അതെ ഇപ്പൊ കുറെ കുറുവ സംഘം മറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ആ കുറുവ സംഘത്തിനേക്കാളും വെല്ലുന്ന ഒരാൾ മുകളിലുണ്ട് എന്ന് പറയാണ്. അതാരാണ് എന്നും ചോദിച്ച് സരയു ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അതുണ്ട്, അത് അവനറിയാം എന്ന് പറയാണ്. അപ്പൊ ശാരിക്ക് കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ട് തന്നെ ശാരി ഒന്നും വേണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം അതും പറഞ്ഞ് അവിടെ നിന്നിട്ടും പോവുകയാണ്. അപ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി ശാരി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ശാരിയുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത് കേൾക്കുന്നത്. അങ്ങനെ മെസ്സേജ് നോക്കാൻ വേണ്ടിയിട്ട് ശാരി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ ആ സമയത്ത് അത് വായിച്ചു നോക്കിയിട്ട് മനസ്സിൽ കരുതുന്നുണ്ട്, താരയാണല്ലോ മെസ്സേജ് അയച്ചിട്ടുള്ളത്, എന്നെ കാണണമെന്നാണല്ലോ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് രാഹുലിനോട് പറയുന്നുണ്ട്, അതെ ഞാൻ ഇപ്പൊ വരാട്ടോ, എനിക്ക് ഒരുത്തി പോവാനുണ്ട് എന്ന് പറയുന്നുണ്ട്. നീ എവിടെ പോവുകയാണെന്ന് രാഹുൽ ചോദിക്കുന്ന സമയത്ത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയണോ, എവിടെയാണെന്ന് അറിയണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പൊ ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തുന്നത്, എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോ നിങ്ങളോട് ഇങ്ങനെയല്ല പെരുമാറുന്നത്, നിങ്ങളെ മര്യാദക്കല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ആ കയ്യിലിരുന്ന കത്തി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന പോലെ ആക്കിയിട്ട് ആ കത്തി ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അവൾ അവിടെയൊന്നും പോവുകയാണ്. അപ്പം നമ്മുടെ രാഹുൽ മനസ്സിൽ വിചാരിക്കുന്നു, ഇവൾക്ക് ഇത് എന്താ പറ്റിയത്, ഇവളെയാണ് ശരിക്കും ഭ്രാന്താശുപത്രിയിലാക്കേണ്ടത്, ഇവർക്ക് എന്താ പറ്റിയത്, ആ മനോഹറിനെ പറ്റിയുള്ള സത്യങ്ങൾ ഇവർ വല്ലതും അറിഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ, അങ്ങനെയാണല്ലോ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിയും കിരണും അതുപോലെ താരയും കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കാണ്. അപ്പം നമ്മുടെ ശാരിയെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ആ സമയത്ത് അവിടേക്ക് ശാരി വരുന്നുണ്ട്. അങ്ങനെ ശാരി വന്ന ഉടനെ ചോദിക്കുന്നുണ്ട്, എന്തിനാ വരാൻ പറഞ്ഞത്, കാണണമെന്ന് പറഞ്ഞത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ താരയാൻറ്റിയുടെ കൊച്ചുമകളുണ്ടല്ലോ, അതായത് നിങ്ങളുടെ വീട്ടിലുള്ള താരയാൻറ്റിയുടെ മകളുടെ കുട്ടി, അവൾക്കുള്ള സ്വർണ്ണമാണിത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശാരി പറയണം, അയ്യോ ഇത് ഞാൻ എന്തും പറഞ്ഞാൽ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഓ നിങ്ങൾക്കാണോ നുണ പറയാൻ അറിയാത്തത്, എന്തായാലും ഇതിനു മുമ്പും നിങ്ങൾ ഇതുപോലെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറില്ലേ, അതുപോലെ തന്നെ പറഞ്ഞാൽ മതി, നിങ്ങൾ വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് താര അതും വാങ്ങിയിട്ട് അപ്പൊ നമ്മുടെ താര പറയുന്നുണ്ട് ആ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പൊ സമയത്ത് ശാരി പറയാണ്, എന്നെ ഇങ്ങനെ സങ്കടത്തിലാക്കല്ലേ താര, ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്ന സമയത്ത് കല്യാണി പറയുന്നുണ്ട്, അതെ അതൊക്കെ ആ അമ്മൂമ്മയുടെ ഒരു അവകാശം തന്നെയാണ്, നിങ്ങളുടെ കൊച്ചുമകളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണം, അതൊരു ആഗ്രഹം തന്നെയാണ്. ഒരു മകള് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അമ്മൂമ്മയുമായിട്ടായിരിക്കും, അതിനെ കുളിപ്പിക്കലും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അമ്മൂമ്മയായിരിക്കും. അതുകൊണ്ട് ആ ഒരു ഭാഗ്യം ഈ താര എനിക്ക് കിട്ടിയിട്ടില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ അവളറിയാതെ കുഞ്ഞിനെ കൊണ്ടു കൊടുക്കണം എന്ന് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണം എന്ന് കല്യാണി ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ സ്വർണം താരയാൻറ്റി തന്നതാണെന്നൊന്നും പറഞ്ഞാൽ അവൾ അംഗീകരിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി, സ്വർണ്ണമൊന്നും നോക്കാതെ, സ്വർണ്ണമാണ് എന്നൊന്നും നോക്കാതെ അവൾ ആ സ്വർണം മുഴുവനും താരയാൻറ്റിയുടെ മുഖത്തേക്ക് വലിച്ചെറിയ, അവൾ അങ്ങനത്തോളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇനിയും നിങ്ങൾ കരയാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് കിരൺ പറയുമ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു മോനെ, എല്ലാതും ഞാൻ അറിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് ശാരി അവിടെ നിന്നും പോവുകയാണ്.
അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഭാഗം വീണ്ടും സരയുനെയും അതുപോലെ മനോഹരനെയാണ്. അപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് ശാരി ആ സ്വർണ്ണപ്പൊതിയുമായിട്ട് വരുന്നുണ്ട്. അപ്പം എന്താ എന്ന് ചോദിക്കുന്നുണ്ട് സരയു. അപ്പം പറയാണ്, എന്തായാലും നിന്റെ പരാതി ഞങ്ങൾ നിന്റെ മകൾക്കൊന്നും വാങ്ങി തരുന്നില്ലെന്നല്ലേ ഉള്ളത്, എന്നാ ഇത് നോക്കി എന്ന് പറഞ്ഞ് അത് കൊടുക്കുകയാണ്. അങ്ങനെ അത് തുറന്നു നോക്കുമ്പോൾ മനോഹർ വാങ്ങിയതിനേക്കാളും നല്ല ഇരട്ടി വലിപ്പവും തൂക്കമൊക്കെ ഉള്ള വളയും മാലയും അതുപോലെ അരയിൽക്കും എല്ലാം അതുണ്ട്. അങ്ങനെ അത് എടുത്ത് നോക്കിയിട്ട് ഇത് നല്ല കട്ടിയുണ്ടല്ലോ, ഇതിനൊക്കെ പൈസ ഉണ്ടായിരുന്നോ നിങ്ങളുടെ കയ്യിൽ എന്ന് സരയു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മനോഹർ പറയാണ്, അതെ അച്ഛൻ നല്ല രീതിയിലായിരിക്കുന്ന സമയത്ത് പണമൊക്കെ ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്ത് നിൻ്റെ അമ്മയുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കും. പിന്നെ തന്നെയല്ല ലോക്കറിൽ കുറേ സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റിയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇത് മനുവേട്ടൻ എടുത്തതിനേക്കാളും കട്ടിയൊക്കെ കൂടുതലാണ് എന്നിങ്ങനെ സരയു പറയുമ്പോൾ മനോഹറിന് അതൊരു കുറച്ചിലായി തോന്നുകയാണ്. അപ്പം മനോഹർ പറയുന്നുണ്ട്, അതെ ഇതിപ്പോൾ ഞാൻ എടുക്കാൻ പോയപ്പോൾ നിൻ്റെ അമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞത് കുഞ്ഞിന് കനം കുറഞ്ഞത് എടുത്താൽ മതി, കുഞ്ഞ് ചെറുതല്ലേ എന്ന്. എന്നിട്ട് ഇപ്പോൾ അവരെടുത്തിട്ട് വന്നിരിക്കുന്നത് അതിനേക്കാളും വലിയ കട്ടി കൂടിയതാണ്, ഇതാണ് അമ്മയ്ക്ക് വരെ കുശുമ്പുണ്ടെന്ന് പറയുന്നത് എന്നിങ്ങനെ സരയു പറഞ്ഞിട്ട് നമ്മുടെ ശാരിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്വർണം എന്തായാലും അന്നത്തെ ദിവസം ഇടിക്കില്ല, എൻ്റെ മനുവേട്ടൻ വാങ്ങിത്തന്നത് മാത്രമേ ഞാൻ ഇടിക്കുകയുള്ളൂ കുഞ്ഞിന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സരയു നിൽക്കുന്നുണ്ട്. നീ എന്ത് വേണമെങ്കിലും ഇടിച്ചോ എന്നുള്ള രീതിയിൽ ശാരിയും നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും അവസാന ഭാഗമായിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്